അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഗോഡ് സിമുലേറ്ററായിട്ട് കളിക്കാൻ പോണത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ എൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി എൻ്റെ ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്ക് ഔട്ട്രോ പറയാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിന് മുമ്പേ റെക്കോർഡിങ് ഓഫായിട്ട് തന്നെ എന്തോ ബഗ് അടിച്ച പോലെ എന്തോ ആയി. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണുക പാർട്ട് 5 ആയിരുന്നു. അപ്പോൾ ഇത് പാർട്ട് 6 വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2-3 മിഷൻസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മളെന്തോ സാധനം മോഷ്ടിച്ചതിൻ്റെ പേരിൽ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും കഴിച്ചു. നമ്മളെന്തോ ഒരു ഡയമണ്ട് റിങ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ നമ്മൾ ജയിലിലൊക്കെ പോയി കിടന്നത്. അപ്പോഴാണ് ഈ ബഗ് പോലത്തെ സംഭവം വന്നിട്ട് ഈ ഗെയിമും അതായത് ഗെയിമും പോയി റെക്കോർഡിങ് ഓഫായി. ഓക്കെ, ഗെയിം ടോട്ടലി ബാക്കോട്ട് പോയി. അത് ന്യൂ ഗെയിം അല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ ഗെയിം ടോട്ടലി ഓഫായിപ്പോയി. അതിൽ റെക്കോർഡിങ് ഓഫ് ആയി. എനിക്ക് ഔട്ട്രോ പറയാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ ഔട്ട്രോ പറയാൻ തുടങ്ങുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ആയത്. ഇതിലൂടെ നമുക്ക് ടൈം എടുക്കണ്ടോ. അപ്പോൾ കേസ് നമ്മൾ പ്രിസണിൽ ആയതുകൊണ്ട് പ്രിസണിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അതൊന്ന് മാറ്റട്ടെ. കേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബ്ലൂ കളർ ഡ്രസ്സാണ്. ഈ ബാഡ് വിങ്സ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പിക്സി വിങ്സും സാധനം ബട്ടർഫ്ലൈയുടെ വിങ്സാണ്. പിന്നെ കാലിടാൻ എനിക്ക് ടോയ്ലറ്റ് റോൾസാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് ആട് മാത്രമായിട്ടില്ല, നമുക്ക് മനുഷ്യനായിട്ടും കളിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മറ്റേ ഫിഷ് ആയിട്ട് കളിക്കാം. സ്റ്റീവ് പറഞ്ഞ ഫിഷ് ആയിട്ട് കളിക്കാം. പിന്നെ നമുക്ക് ജീസസ് ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ സ്കെയർ ക്രോ ആയിട്ട് കളിക്കാം. ബാക്കിയുള്ളതൊന്നും അൺലോക്ക് ആയിട്ടില്ല. ഓക്കെ, പിഗായിട്ട് നമുക്കിപ്പോൾ കളിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് ആടനെ മതി. ഡ്രസ്സ് പോയിട്ടോ. മുഖത്തുള്ള സാധനം ഞാൻ ഒന്ന് മാറ്റട്ടെ. വേണം നമുക്ക് താടി മിശ ചപ്പനാകാൻ പറ്റുന്നുണ്ട്. എനിക്കിത് മതി. നമുക്കിപ്പോൾ ഈ ഹാറ്റ് വയ്ക്കാം. ചില സമയത്ത് ഒരു സ്റ്റക്കാവണ പോലെ ഉണ്ടാവും കേട്ടോ ഗൈസ്. ഇത് ഞാൻ ഫോണിൽ കളിക്കണോണ്ടാണ്. അപ്പോൾ അടുത്ത മിഷൻ എവിടെയാണ് നമുക്ക് നോക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഔട്ട്രോ പറയാൻ തുടങ്ങുമ്പോഴാണ് മറ്റേ ബഗ് ബന്ധ സംഭവം വന്നിട്ട് ഗെയിം ടോട്ടൽ ഇതായത്. ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോഴേ ഞാനൊരു സാധനം കണ്ടിരുന്നു. ഞാൻ കിടന്ന സെല്ലിൻ്റെ അവിടെ ഒരു ഗുഹ പോലത്തെ സംഭവം ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അയ്യോ പോലീസുകാരൻ പിടിച്ചു ഗൈസ്. ഒരു മിനിറ്റ് കേട്ടോ, ഇങ്ങനെയൊക്കെ ഒരു പണി കൊടുക്കട്ടെ. നമ്മുടെ കയ്യിൽ വിലങ്ങൻ തൊട്ടു. അതൊന്നും നമുക്ക് മൈൻഡാകണ്ട, നമുക്ക് ഉള്ളോട്ട് പോകും. നമ്മൾ ഈ സെല്ലിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കിടന്നത്.
ഇപ്പോൾ ആ സെല്ലിൻ്റെ അവിടെ എന്തൊരു ഗുഹ പോലത്തെ സംഭവം ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു. അതെ ഗൈസ്, ഇത് തന്നെയാണ് ഗുഹയ്ക്കുള്ള എൻട്രൻസ്. ഇത് കണ്ടോ? നമ്മൾ കഴിഞ്ഞ സെല്ലിൻ്റെ അടുത്താണ് കിടന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി നമ്മൾ എസ്കേപ്പ് ആവാൻ നേരത്താണ് അവിടെ എന്തോ ബഗ് അടിച്ചത്. റിസീവർ അപ്പം എങ്ങനെയാണ് നമുക്ക് ബഗ് പോലത്തെ സംഭവം അടിച്ചിട്ട് ഗെയിം ഫുള്ളി ബാക്കോട്ട് പോയത്. ഓക്കെ, അത് മൈൻഡ് ആക്കണ്ട. നമുക്ക് വേറെ മിഷൻ ചെയ്യാൻ പോകാം. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ അല്ല നിൽക്കണം. നമുക്ക് എക്സ് ഓൺ ദ ബീച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, എക്സ് ഓൺ ദ ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു നീരാളിയൊക്കെ വന്നിട്ട് എന്തോ സംഭവം ചെയ്യും അവിടെ. ഒരു ഒക്ടോബസൊക്കെ വന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കൂലേ അതിൻ്റെ ഇരകളെ, അതേപോലെ എന്തോ ചെയ്യും അത്. ഗൈസ്, ഈ ഗെയിമിന് മുമ്പ് ഒരു തവണ കളിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടെല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഓക്കെ, ഇങ്ങനെ നടന്നു പോകുന്ന കുറേ ടൈം ഉണ്ട്. ഗൈസ്, ബൈ ദ വേ, ഈ ഗോട്ടിനെ വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ. ഈ ഫെൻസ് പൊളിക്കാൻ പറ്റില്ല മച്ചി, പെട്ട്. ഇതുവഴി പോവും. ഇത് എവിടെയെങ്കിലും ഇടിച്ചൊരുമാതിരി ഷോക്ക് അടിച്ച പോലെയാണ് ഗൈസ്. ഒരു സാധനം ഷോക്ക് അടിച്ച് അവിടെ നിൽക്കണ പോലെയാണ്. ഇത് എവിടെ എക്സ് കണ്ടോ? അയ്യോ, വണ്ടി മറന്നു. വണ്ടിയും കൊണ്ട് അവിടെ പോയി നിൽക്കണ്ട. ഇതൊക്കെ ഉണ്ടോ? ഒക്ടോബസ് അടിക്കണം കണ്ടോ? അയ്യോ, വണ്ടി പൊട്ടിത്തെറിച്ച്. നമ്മളെ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ രക്ഷപ്പെട്ട് കഴിച്ചെങ്കിൽ വണ്ടി ഇടിച്ച് എത്താൻ നമ്മളിപ്പോൾ. ഒക്ടോബസ് അടിക്കുമ്പോഴേ മണ്ണിലൊക്കെ പോണ കണ്ടോ? ഒക്ടോബസ് എനിക്ക് ആടിന് വെള്ളത്തിൻ്റെ അടിയിലൊന്നും പോകാൻ പറ്റില്ല. പോകാൻ പറ്റുന്ന നന്നായനെ. അയ്യോ, വീണ്ടും അടിക്കണിട്ട് ഓടറാ. ഞാൻ പോണ ഗൈസ്, എനിക്ക് വയ്യ അടിക്കൊണ്ട. വൈദ്യവി നമ്മുടെ രാമായണത്തിലെ ഹനുമാനിനെ വായിൽ തീ പിടിച്ചില്ല അങ്ക മൊത്തം കത്തിക്കണ പോലെ ഈ ആട്ടിനെ തീ പിടിച്ചാൽ നമുക്കിതൊക്കെ കൊണ്ട് കത്തിക്കണ്ടോ? അതേ കണ്ട, ഈ സാധനം കത്തണണ്ട. അതേപോലെ എന്ത് സാധനം വേണം നമുക്ക് കൊണ്ട് കത്തിക്കാം. ഓക്കെ, എന്താ തീ പിടിച്ച് ടെൻറ്റിൻ്റെ ബാഗിൻ്റെ തീ പിടിച്ച്. കണ്ട് തീ പിടിച്ചത് കരിഞ്ഞു. കരിഞ്ഞു പോയി കേസ് തീ പിടിച്ചിട്ട്. ഇപ്പം നമ്മൾ തീ പിടിച്ചപ്പോൾ ആയിരിക്കില്ല, അതേപോലെ തീ പിടിച്ചത് കരിഞ്ഞു പോയി. പക്ഷെ തീ പിടിച്ച് നമ്മുടെ ആടിനൊന്നും സംഭവിക്കില്ല കേട്ടോ. ആടല്ല, ഗോട്ട്. ആടെന്ന് പറയാൻ സുഖമില്ലേ ഗോട്ട് എന്ന് പറഞ്ഞത്.
സോ ഈ ഭാഗത്തുള്ള മിഷൻസൊക്കെ കംപ്ലീറ്റ് ആയി. നമുക്കിനി നമ്മൾ തുടങ്ങിയ സ്ഥലത്തോട്ടേക്ക് പോകാം. നമ്മൾ തുടങ്ങിയ സ്ഥലമുണ്ട് ഗൈസ്, അതാണ് ഈ സ്ഥലം. എനിക്ക് ടവർ ഈ മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ടവർ പോലത്തെ സംഭവം കാണാൻ പറ്റുന്നുണ്ടോ? അത് പിടിച്ച് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതും കൂടി ഞാൻ പറയാം. ഓക്കെ, ഇത് വീഡിയോസിന് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ കുറേ ഗെയിംസിൽ നമുക്ക് ക്രിസ്മസ് ആണ് വരാൻ പോണോ ഗൈസൊക്കെ. അത് നമ്മുടെ റോബ്ലോക്സിലെ കുറച്ച് ഗെയിംസിൽ ക്രിസ്മസിൻ്റെ ഇവൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബ്രെയിൻ റോട്ട്, നമ്മുടെ സ്റ്റീലെ ബ്രെയിൻ റോട്ടിൽ മറ്റേ ക്രിസ്മസ് സ്പേസിൻ്റെ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ഇവൻ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സാന്റാ ഫ്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറേ വേറെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പുതിയ ഈവൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ജിം സ്റ്റാർ സിമുലേറ്ററിലും ക്രിസ്മസിൻ്റെ വകയായിട്ട് അതേപോലെ കുറേ അതിൻ്റെ ഇവൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ്റ് നമ്മുടെ സ്റ്റീലെ ബ്രെയിൻ റോഡിൽ നമ്മൾ ക്രിസ്മസ് പാപ്പ, പിന്നെ മഞ്ഞ് വീണ് കിടക്കണത്, മഞ്ഞ് കുന്നുകൂട്ടി കിടക്കണത്, അത് പിന്നെ സ്നോമാൻ, അതേപോലത്തെ സംഭവം ഉണ്ടാവില്ലേ, അതേപോലത്തെ സംഭവമാണ് ഗൈസ് ഈ ജിം സ്റ്റാർ സിമുലേറ്ററിലും. ഇന്നലെ നൈറ്റാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇന്നലെ 550 മില്യണിൻ്റെ ഒരു പെറ്റിനെ നമുക്ക് ജിം സ്റ്റാർ സിമുലേറ്ററിൽ കിട്ടിയിരുന്നു, എത്തി. ഓക്കെ, ക്രിസ്മസ് ഈവൻ്റല്ലേ ഗൈസ്, അതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. ഓക്കെ, 550 മില്യൺ വെച്ച് തരും ഗൈസ് നമുക്ക്. അങ്ങനെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ തന്നെയായിട്ടൊരു മിഷൻ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ പോയിട്ട് ഫെർട്ടിലൈസർ എടുത്തോണ്ട് വരാം. കുടുങ്ങിയ ചേച്ചിയൊന്ന് മാറുന്നേ. നമ്മളെന്തെങ്കിലും സാധനം ആരെങ്കിലും ഇടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്ക് ചെയ്യുമ്പോഴോ ഇവിടെ താഴെ എഴുതി കാണിക്കേണ്ട സംഭവം. ഇതുണ്ട്, അത് നമ്മൾ ഹെഡ് ബൂട്ട് ചെയ്ത് അപ്പുറത്ത് കളഞ്ഞു. ഒരു മിനിറ്റ്, ഈ സാധനം നമ്മളിങ്ങനെ എടുക്കുക. ഇത് എവിടെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ തിരിച്ച് കൊണ്ടുപോയിക്കുക. പിന്നെ നമ്മച്ചും കൂടെ ഫെർട്ടിലൈസറും. ഇനി നമ്മളെന്തിട്ടാണ് ചെയ്യേണ്ടത്? ഇവിടെ മാറിക്കേട്ട നമ്മളെന്തൊരു ചെയ്യണ്ടേ എന്നൊക്കെ കാണിച്ചിട്ട് ഫെർട്ടിലൈസർ എടുക്കുക, ഇടാം. അപ്പോൾ 1 2 നമ്മൾ ചെയ്ത് ഫെർട്ടിലൈസർ എടുത്തു, നമ്മൾ ഇട്ടു. നമ്മളിവിടെ വന്നിട്ട് എന്തോ ചെയ്യണം പ്ലാന്റിൻ്റെ അവിടെ. അപ്പോൾ പ്ലാന്റ് വലുതായിട്ട് വരും, നമ്മൾ നക്കണം. എന്ത് വായന എയറൂതണ പോലെ എന്തോ നമ്മുടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നാണോ? വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഞാൻ ഈ ഗെയിം കളിച്ചപ്പോഴേ ഈ സംഭവം ഞാൻ ഇതേപോലെ ചെയ്ത് എന്നിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നു. അപ്പോൾ ഇത് തന്നെ വളർന്ന് വന്നു. നോക്കി, അങ്ങനെയാണ് സംഭവം ഞാൻ മുമ്പ് കളിച്ചപ്പോൾ ഉണ്ടായത്.
എന്തോ ചെയ്യണ്ട ഇവിടെ. ഗൈസ് കഴിഞ്ഞാൽ നമ്മൾ ഫെർട്ടിലൈസർ ഇവിടെ ഇട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നപ്പോൾ ഈ സ്ഥലത്ത് എന്താണ് വളർന്നു വരാനായിട്ട് ഗൈസ്. ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ആ ഫെർട്ടിലൈസർ ഇട്ടു. പിന്നെ അത് സൈഡിലേക്ക് എടുത്തിട്ടു. ഫെർട്ടിലൈസർ 3 ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് കൊണ്ടിട്ടു ഫെർട്ടിലൈസർ. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നു. അത്രയ്ക്ക് ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ട് വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മളിവിടെ വന്ന് നിന്നു. എത്ര ചെയ്തോളൂ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ ഇട്ടിട്ട്. എന്താ ചെയ്യണ്ടേ? എനിക്ക് കൂടി അറിഞ്ഞോട്ടെ കൈസ് എന്നിട്ട് ചെയ്യണ്ടേന്ന്. ചേട്ടൻ നീ ഒന്ന് പറഞ്ഞ. കുറച്ച് നോക്കിന്നാ മതിയാ. ഈ വെള്ളം ഞാൻ അതിനെ കൊണ്ടുപോയിക്കണം. ചേട്ടാ മാറി. ഇനി വെള്ളം എടുത്തൊഴിക്കണം. എന്തുവാ ചെയ്യണ്ടേ? എനിക്കൊന്നും അറിയില്ല. ഈ ചെകിരി വെള്ളം നിറയ്ക്കണം. നമ്മൾ എന്തോ ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ നമ്മൾ ചെയ്യണം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ഞാൻ ഈ വാട്ടർ ജഗ് നക്കി പിടിച്ചുകൊണ്ടൊക്കെ കാണിക്കുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും കൂടി അറിഞ്ഞൂടാ. ഇടിക്കണം. എന്തോ ചെയ്യണ്ട ഇവിടെ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അതിനെ നമ്മൾ ഇടിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഇതിനെ ഇനി ചിലപ്പോൾ ഇത് നമ്മൾ വന്ന് കാലോടത്ത് ഒഴിച്ചിടും. ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നു.
ഞാൻ പോകണേണ്, എനിക്കൊന്നും അറിഞ്ഞൂടെ എന്ത് ചെയ്യേണ്ടതാണ്. നമുക്ക് വേറെ വല്ല മിഷൻ ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് ഇവിടെ പോവാം. ഈ സ്പീഡിൽ ഓടുന്ന സമയത്ത് ഒരു ബഗ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ഫോണിൽ കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആവണത്. ഇവിടെ നമ്മളൊരു മിഷൻ ചെയ്തായിരുന്നു. ഓക്കെ, നമ്മുടെ മിഷൻ കഴിഞ്ഞു കൊടുത്തേ. നമ്മളവിടെ ആദ്യമേ ഒരു ടാലൻറ്റ് ഷോയ്ക്ക് വന്നിരുന്നു. ഓക്കെ, നമ്മുടെ അവിടുത്തെ മിഷൻ കഴിഞ്ഞു, നമ്മളവിടെ പോകേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് മിഷൻ ഇവിടെയാണ്. നിങ്ങളുടെ താഴെ കണ്ട ചാത്തസയുടെ പോലത്തെ സാധനം, നമ്മളിവിടെ 5 സ്കെയർ ക്രോസിനെ കൊണ്ടുവരണം. 5 അല്ല, എത്ര വേണമെങ്കിൽ കൊണ്ടിടാം. കുറച്ച് എത്ര എണ്ണം കൊണ്ടിടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എത്രയെങ്കിലും കൊണ്ടിടാം. എത്ര സ്കെയർ ക്രോവിന് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവിടാം കേട്ടോ. സ്കെയർ ക്രോ വെച്ചാൽ നോക്കൂ കൂത്തി. അതായത് നമ്മൾ ഈ ഫാമിലൊക്കെ നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യണ കാര്യമാണ് ഗൈസ്. ഈ കാക്കയോ അല്ലെങ്കിൽ അതേപോലത്തെ സീഡ് പിക്കേഴ്സ് പോലത്തെ ഈ പക്ഷികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാക്കകൾ അതേപോലത്തെ കുറേ പക്ഷികൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സ്കെയർ ക്രോയിനൊക്കെ വെക്കണത്. ഓക്കെ, അപ്പോൾ സ്കെയർ ക്രോനെ കണ്ട് പക്ഷികൾ പേടിച്ചോടും. ഒന്ന് നോക്ക്, കുത്തിനാണ് നമ്മളവിടെ കൊണ്ടുവരണം. എന്താ റിച്വലും പോലത്തെ സാധനമാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് സ്കെയർ ക്രോസ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഇടണം. അപ്പോൾ ഈ ഫാമിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് സ്കെയർ ക്രോസിനൊക്കെ ഇവിടെ ഇപ്പോൾ 2 എണ്ണം ഉള്ളൂ. നമുക്ക് അപ്പുറത്തെ ഫാമിൽ പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ ഫാം ഹൗസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പൊളിച്ച് കളയാം. അപ്പോൾ നമുക്ക് സ്കെയർ ക്രോനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈസി ആവും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ കൂടി ചാടിയിട്ട് പോകേണ്ടി വരും. നക്കങ്ങടി ഇത് 3 പേര് മതി.
കണ്ടോ, നമുക്ക് സ്ക്വയർ ക്രോ ആകാൻ പറ്റും. പക്ഷെ നമുക്ക് ഗോഡ് സിമുലേറ്ററല്ല ഗെയിമിൻ്റെ പേര്, അപ്പം നമുക്ക് ഗോട്ട് തന്നെ മതി. സോ നമ്മുടെ ഈ നോർത്ത് ഭാഗത്തുള്ള മിഷൻസ് ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇത് ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരെണ്ണം കൂടി പെയിൻറ് ചെയ്യാനുള്ളത്. മൂന്ന് വാൾ നമ്മൾ പെയിൻറ് ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ ദിവസം. ഈ കുറേറ്റ് അതാണ് സാധനം. അത് നമുക്ക് ഒരെണ്ണം കൂടി പെയിൻറ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. ഓക്കെ, ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് പോകട്ടൊക്കെ. നമുക്ക് ഡിൽ ബോസ് ജേണി നമുക്ക് ചെയ്യാം. ഡിൽ ബോസ് ജേണി എന്ന് തോന്നുന്നത്. ഓക്കെ, നമ്മളതെടുത്തിട്ട് ഒരു മലയുടെ മണ്ടയ്ക്ക് പോകണം. ആ ചർച്ച് കാണുന്നതിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട് കേട്ടോ. മാപ്പിൽ കാണിച്ചു തരാം. ഇവിടെയാണ് ചർച്ച്. ഇതിൻ്റെ ഇപ്പുറത്തെ ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗോ ടവർ കാണാൻ പറ്റും. ഓക്കെ, ഈ വൈൻ യാർഡിൻ്റെ അപ്പുറത്ത് ഒരു ഗോ ടവർ കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഒരു ഓറഞ്ച് ഡോട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇപ്പം അങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത്. ഇപ്പം നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കായിരുന്നു. ഇങ്ങോട്ടേക്ക് ദിൽ ബോസ് ജേണി. നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് എന്തോ നമ്മൾ ചെയ്യണം അവിടെ പോയിട്ട്. നമ്മൾ ബാക്ക് യാർഡ് സയൻസ് മിഷൻ ചെയ്ത് ഇവിടെയാണ് കേട്ടോ. നമുക്ക് മേളിലോട്ട് കയറി പോകാം. അപ്പം ഇതിൻ്റെ താഴെ ചെറിയൊരു വീടുണ്ട്. വീടല്ല, ഒരു കുട്ടിപ്പര പോലത്തെ ഒരു സാധനം. The ring must be taken deep into Mount Inferno and cast back into the fiery chasm from whence it came. നമ്മളെന്തോ റിങ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോകണം എന്നാണ് പറയണത്. ഓക്കെ, ഏതോ ഒരു റിങ് നമ്മൾ എവിടെയോ കൊണ്ട് വെക്കണം. ആ റിങ് എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. നമ്മൾ തലയിടുമ്പോൾ റിങ് കാണാനുണ്ടോ? അതാണ്. ഓക്കെ, ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഗെയിം ഞാൻ മുമ്പ് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതെല്ലാം അൺലോക്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൗണ്ട് ഇൻഫ്രോയ്ക്ക് പോകണം. മൗണ്ട് ഇൻഫ്രോ എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇത് ഓറഞ്ച് ഡോട്ട് കാണില്ലേ, അതാണ് മൗണ്ട് ഇൻഫെറോയ്ക്ക് പോകണം. പിന്നെ അവിടെ നിന്ന് ഈ റിങ് എന്തോ കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ. അവിടെ അടിയിൽ ലാവയുടെ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഓറഞ്ച് കളർ ലാവയാണ് കേട്ടോ. ഒരു വോൾക്കാനല്ല, ഒരു ലാവയുടെ മൗണ്ടൻ. അതവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് ഇവിടെ നിന്ന് ഗേസ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നതേ.
താഴെ നിങ്ങൾ കണ്ടോ? ഗൈസ് ഇവിടെ എഗ്ഗ് ക്രാക്ക് ഡൗൺ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊട്ടിക്കാം. എഗ്ഗ് ക്രാക്ക് ഡൗൺ എന്നൊരു മെഷീൻ ഉണ്ട് കേട്ടോ. നമുക്ക് മാപ്പ് എടുക്കാം. ഗൈസ് ഇവിടെ ഈസ്റ്റർ ഐലൻഡ് കാണില്ലേ? ഇതാണ് എഗ്ഗ് ക്രാക്ക് ഡൗൺ എന്ന മെഷീൻ. ഓക്കെ, എന്തായാലും നമ്മളിവിടെ വരെ വന്നതല്ല. അപ്പം നമുക്കതും കൂടെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ കയറാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. അയ്യോ, താഴോട്ട് വീഴല്ലേ, താഴോട്ട് വീണാൽ ചിലപ്പോൾ താഴോട്ട് വീണാൽ നമ്മൾ ഈ ഷോക്ക് അടിച്ച പോലെ. ഓക്കെ, നമ്മൾ ലാവല് വീഴുമ്പോൾ ചിലപ്പോൾ ഷോക്ക് അടിച്ച പോലെയാവും. കണ്ട, ഷോക്ക് അടിച്ച പോലെ തെറിച്ച് പോകണ്ട. കല്ലിൻ്റെ മണ്ടയ്ക്ക് തന്നെ വീഴണേ. കല്ലിൻ്റെ മണ്ടയ്ക്ക് വീഴുമോ? നീ കല്ലിൻ്റെ മണ്ടയ്ക്ക് വീഴും, വെള്ളത്തിൽ പോലെ. അപ്പം നമ്മൾ ഇത് ഇവിടെ വന്ന് എന്താ കാസ്റ്റ് ചെയ്യണം. So let's go inside. ഇത് പ്യൂരിറ്റി റിങ് എന്തോ ആണ് കേട്ടോ, നമ്മുടെ തലയുടെ മുകളിൽ വീണത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മനുഷ്യരൊക്കെ ഇവിടെ വന്ന് എന്നിട്ട് കാണിക്കുന്നു. ചേട്ടാ കം ചേട്ടാ. ഓക്കെ, എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കും അറിയാലേ. ഇതേതാ സ്ഥലം? ഒരു കൊച്ചു കുട്ടീനെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവമേ, പണി തരാൻ പറ്റുകയാണോ? എനിക്ക് വേണം വല്ല പണി തരാനായിരിക്കും. ഓക്കെ, ഞാൻ ഗെയിം കളിച്ചത് കുറേ നാൾ മുമ്പാണ്, അതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. എടാ, ഇതൊരു വിച്ചിൻ്റെ വീടായിരുന്നു ഗൈസ്. കണ്ട, നമ്മുടെ വിച്ചിൽ ഡ്രസ്സ് കണ്ട, വിസാഡ് ഹാറ്റ് അവിടെ ഇരിക്കട്ടെ. ഹാറ്റ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. വിസാഡ് ഹാറ്റ് കണ്ണൊന്ന് കാണാൻ വേണ്ടിയാണ്. നമുക്ക് മുട്ട എടുത്ത് തല വയ്ക്കാം. മുട്ട വേണ്ട, നമുക്ക് അഡ്വഞ്ചർ ക്യാപ്പ് വയ്ക്കാം തലയിൽ. കൗബോയ് കോട്ട് പോലുണ്ട് ഗൈസ്. അപ്പം ഡിബോലോ എന്ന് വെച്ചാൽ ദിൽബോ ആണോ ഗൈസ്? ദിബോലോ ആണോ ദിൽബോ ആണോ? ഒരു മിനിറ്റ്, നമ്മൾ ചെയ്ത മിഷൻസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തത്. ദിൽബോ എന്ന് പറഞ്ഞൊരു വിസാഡാകുന്നു ഗൈസ്. വിസാഡ് ഒരു മന്ത്രവാദി ആയിരിക്കാം അങ്ങേര്. ബെല്ലറീന എഫക്റ്റ് ചെയ്യാം. ഓക്കെ, ബെല്ലറീന എഫക്റ്റ് നമുക്ക് ലാസ്റ്റ് ചെയ്യണ്ട. ബെല്ലറീന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ചുഴലിക്കാറ്റൊക്കെ വരും. അപ്പോൾ നമുക്ക് ആ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല. ഗോട്ടങ്ങളുടെ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ടോർനാഡോ ആണ് അത്. ബെല്ലറീന കപ്പുച്ചിന നിങ്ങൾക്കറിയാമല്ലോ, ബ്രെയിൻ റോട്ടാണ് കേസ്. നമ്മൾ സ്റ്റീല ബ്രെയിൻ റോട്ടിലുണ്ടാകും ബെല്ലറീന കപ്പുച്ചിന. അപ്പോൾ നമ്മൾ അതിപ്പോൾ ചെയ്യാൻ പോയാൽ നമുക്ക് ബാക്കിയുള്ള ഇവിടുത്തെ മിഷൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വേറെ കുറച്ച് മിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോർനാഡോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഡിസ്റ്റർബൻസ് ആവും നമുക്കത്. ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് അതിപ്പോൾ നമ്മൾ ചെയ്യണില്ല. ഓക്കെ, നമ്മൾ ഇവിടെ എന്തോ ചെയ്യണം. ഓക്കെ,